തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് ഉണ്ടാവുന്ന ചില അസ്വാരസ്യങ്ങൾ, ഇപ്പോൾ പാർട്ടികളിൽ തോൽവികൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും, ചില എതിരഭിപ്രായങ്ങൾ ഉണ്ടാകും, മനസ്സിലാക്കാവുന്നതാണ്. BJP കേഡർ പാർട്ടി എന്നൊക്കെ അവകാശപ്പെടുമെങ്കിലും അതിൽ കുറേയൊക്കെ പൂർണ്ണമായും കേരളത്തിലൊന്നും അങ്ങനെ കേഡർ പാർട്ടിയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഉണ്ടാവുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ? ഇതൊക്കെ ഒരു പൊട്ടിത്തെറിയുടെ സൂചനയായി നിങ്ങൾ കാണുന്നുണ്ടോ? ശൈഥില്യത്തിന്റെ സൂചനയായി? അല്ല, ഇതിനകത്ത് നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞതിനകത്തൊരു തിരുത്ത് സൂചിപ്പിക്കാനുണ്ട്. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് ആളുകൾ കോൺഗ്രസ് പാള ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ആളുകളൊന്നുമല്ല ഞങ്ങൾ. കോൺഗ്രസ് തളരുന്നതിൽ ശോഷിക്കുന്നതിൽ ഒരു തരത്തിലുള്ള സന്തോഷവും ഞങ്ങൾക്കില്ല, അതിൽ പ്രയാസമേ ഞങ്ങൾക്കുള്ളൂ. ഇനി കോൺഗ്രസ്സിലേക്ക് മറ്റാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഇത്ര ആശങ്കപ്പെടാനുള്ളത്? ഞങ്ങൾക്ക് എന്താണ് അതിൽ പ്രയാസപ്പെടാനുള്ളത്? വന്നുകൊള്ളട്ടെ, വരുന്നതിൽ ഒരു തർക്കവുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉള്ളൊരു പൊളിറ്റിക്കലായിട്ടുള്ള വിമർശനം ഞങ്ങൾ മുന്നോട്ട് വെച്ചു. അത് എന്താ പറയുക, നിങ്ങൾക്ക് ഐഡിയോളജിക്കലി ഉണ്ടാകുന്ന പോരായ്മയാണ്. ആ പോരായ്മയ്ക്കകത്ത് ഇപ്പോൾ കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസും BJPയും തമ്മിൽ ഈ പറഞ്ഞ പോലെ അവരുടെ സാമ്പത്തിക നയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എക്കണോമിക് പോളിസിക്കകത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടോ? നവലിബറൽ നയങ്ങൾ എങ്ങനെയാണോ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയത് കുറേ കൂടെ തീവ്രമായി BJP ഗവൺമെൻറ് നടപ്പാക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾക്കകത്തൊന്നും ഒരു മാറ്റമില്ല. ആകെ ഇവരെ തമ്മിൽ വേർതിരിച്ച് നിൽക്കുന്നത്, ഒന്ന് BJP മുന്നോട്ട് വെക്കുന്നത് അങ്ങേയറ്റം ഹിന്ദുത്വ പൊളിറ്റിക്സ് ആണ്, ഈ പറഞ്ഞ പോലെ സെക്യുലർ പൊളിറ്റിക്സ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് അതിനെയും ആ സെക്യുലർ പൊളിറ്റിക്സിനെയും തള്ളി പറഞ്ഞുകൊണ്ട് പതിയെ മൃദു ഹിന്ദുത്വത്തിന്റെ നിലപാടിലേക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ ഏത് വർഗീയ സംഘടനയോടും കൂട്ടുചേരാം എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസിനകത്ത് ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പൊളിറ്റിക്കൽ വിമർശനം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഐഡിയോളജിക്കലി അടിയറവ് പറയാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, അവരത് തുറന്നു കൊള്ളുക എന്നുള്ളതാണ്. പക്ഷേ നെഹ്റുവിന്റെ കോൺഗ്രസ്, ഗാന്ധിയുടെ കോൺഗ്രസ് ആ നിലയ്ക്ക് സെക്യുലറിസത്തെ ഈ പറഞ്ഞ പോലെ ഒരു അടിയറവ് വെച്ചുകൊണ്ട് ഈ മൃദു ഹിന്ദുത്വ ലൈനിലേക്ക് കടക്കുന്നതിനകത്ത് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. ആ പ്രയാസം രാഷ്ട്രീയ വിമർശനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. ഞാൻ ഒരൊറ്റ ഉദാഹരണം സൂചിപ്പിക്കുക. അപ്പോൾ ഫെഡറലിസം വല്ലാത്ത വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന ഇതുൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന മുന്നോട്ട് കൊണ്ടുപോകുന്ന സംസ്ഥാനങ്ങളെയൊക്കെ ആക്രമിക്കുന്നതിന് വേണ്ടി, ഇല്ലാതാക്കുന്നതിന് വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് ഇപ്പോൾ കേരള നിയമസഭയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് നിയമനിർമ്മാണം നടത്തുക എന്നുള്ളത്. അത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും LDFിന്റെയും ഒക്കെ MLA-മാർ ഒരുമിച്ചിരുന്ന് ഈ നാടിന്റെ മുന്നോട്ട് പോക്കിന് വേണ്ടി നിർമ്മിക്കുന്ന നിയമങ്ങൾ, അങ്ങനെ കേരള നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ ഉൾപ്പെടെ ഒപ്പിടാൻ ഈ നിയമസഭയുടെ ബേസിക് ആയിട്ടുള്ള ഉത്തരവാദിത്തത്തെ ചുമതലയെ പോലും നിർവഹിക്കാൻ അനുവദിക്കാത്ത നിലയിൽ ഗവർണർ രാജ് ഉൾപ്പെടെ ഈ നാടിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലൊക്കെ ഇവർ ഗവർണർക്ക് ഈ പറഞ്ഞ പോലെ നാരങ്ങ വെള്ളം കലക്കാൻ വേണ്ടി പോകുകയാണ്. അപ്പൊ ഇതാണ് ഇവരുടെ പൊളിറ്റിക്സ്. ഇങ്ങനെ എന്തിനോടും സന്ധി ചെയ്ത് മുന്നോട്ട് പോകുന്നതിനകത്തുള്ള രാഷ്ട്രീയ വിമർശനം ഞങ്ങൾ പറയും. ഇനിയിപ്പോൾ ഞങ്ങളുടെ പൊളിറ്റിക്കൽ ലൈനുമായി ബന്ധപ്പെട്ട് ജനകീയനാധിപത്യ വിപ്ലവത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. ഞങ്ങളുടെ ലൈനിൽ നിന്നും എവിടെയും വ്യതിചലിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട്